بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1803 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹുജുറാത്തിലെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. صدق الله العلي العظيم. സൂറത്തുൽ ഹുജറാത്തിലെ ആദ്യത്തെ 3 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ സൂറത്ത് പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി. അൽ ഹുജറാത്ത് എന്നത് വിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ ആയത്താണ്. ഹിജ്റ 9-ാം വർഷം എന്ന് വെച്ചാൽ മക്ക ഫത്ഹിനെ തുടർന്നുള്ള ഘട്ടത്തില് അവതരണം പൂർത്തിയായതും പലപ്പോഴായി അവതരിപ്പിക്കപ്പെട്ട സംഗതികളെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സൂറത്തായിട്ട് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിന്റെ പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിച്ചു കൊടുക്കുകയും ചെയ്തതാണ് സൂറത്തുൽ ഹുജറാത്ത്. മക്ക വിജയത്തിന് ശേഷം ആണ് ഈ സൂറത്തിന്റെ പൂർണ്ണ രൂപത്തിലുള്ള അവതരണം നിർവഹിക്കപ്പെട്ടത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില ക്ലൂസ് ഒക്കെ ഈ ടെക്സ്റ്റിനകത്ത് തന്നെ ഉള്ളതായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയുണ്ടായി. 18 ആയത്തുകളാണ് ഈ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് മദനിയായ സൂറത്തുകളുടെ കൂട്ടത്തിലാണ് ഗണിക്കപ്പെടുന്നത്. മദീനയിൽ അവതരിച്ച അല്ലെങ്കിൽ ഹിജ്റയ്ക്ക് ശേഷം അവതരിച്ച സൂറത്തുകളുടെ കൂട്ടത്തിലാണ് ഇത് പരിഗണിക്കപ്പെടുന്നത്. ഇതിന്റെ ഉള്ളടക്ക സംബന്ധമായ ഒരു ഏകദേശ ചിത്രം ഞാൻ നിങ്ങളുമായി കഴിഞ്ഞ ദിവസം പങ്കുവെക്കുകയുണ്ടായി. അടിസ്ഥാനപരമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന, വിശേഷിച്ച് മക്ക വിജയത്തിനോടനുബന്ധിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾക്ക് ഇസ്ലാമിന്റെ അടിസ്ഥാന മര്യാദകളെ
ഓർമ്മപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ സൂറത്തിൽ മുഖ്യമായിട്ടും അടങ്ങിയിട്ടുള്ളത്. അത് സമൂഹത്തിൽ വിശ്വാസികൾ അവരുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ബന്ധങ്ങളിലും പൊതുജീവിതത്തിലൊക്കെ പ്രകടമാക്കേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട ചില മര്യാദകളും ചില ധാർമ്മികതയും ഒക്കെയാണ് ഈ സൂറത്തിൽ അല്ലാഹു ഓരോന്നായിട്ട് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഇത് ഇസ്ലാമിക സമൂഹം ജീവിതത്തിൽ കൊണ്ടുവരേണ്ട, പ്രാക്ടീസ് ചെയ്യേണ്ട വാല്യൂസ് ആണ്, ചില മൂല്യങ്ങളാണ്, ചില അടിസ്ഥാന സ്വഭാവങ്ങളും പിന്തുടരപ്പെടേണ്ട ചില തത്വങ്ങളും ഒക്കെയാണ് ഈ സൂറത്തിന്റെ ഉള്ളടക്കമായിട്ടുള്ളത്. അതിന്റെ അവതരണ പശ്ചാത്തലം ആയി ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായിട്ടുണ്ട്. ഒരു ബനു തമീം ഗോത്രത്തിൽപ്പെട്ട ഒരു സംഘം മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാര് കഴിഞ്ഞിരുന്ന ഗുജറാത്തിന്റെ പുറകിലായി വന്ന് മര്യാദയും അതുപോലെ പൊളൈറ്റ്നെസ് ഒന്നും കാണിക്കാത്ത വിധത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉച്ചത്തില് പേര് വിളിച്ചുകൊണ്ട് പുറത്തു വരാൻ വേണ്ടി പറഞ്ഞ ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ടാണ്, ആ സംഭവത്തെ പരാമർശിക്കുന്ന ഭാഗം അടങ്ങിയത് കൊണ്ടാണ് ഈ സൂറത്തിന് ആ പേര് വരുന്നത്, അല്ല ഹുജറാത്ത് എന്ന പേര് വരുന്നത്. ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ അറകൾ, മുറികൾ അല്ലെങ്കിൽ സ്വകാര്യമായ വസതികൾ എന്നൊക്കെയാണ് ഇവിടെ ഈ സൂറത്തിന്റെ പശ്ചാത്തലത്തിൽ ആ പദം സൂചിപ്പിക്കുന്ന അർത്ഥം എന്ന് നമ്മൾ കാണുകയുണ്ടായി. അപ്പൊ ഇന്ന് നമ്മൾ അതിലെ ആദ്യത്തെ 3 ആയത്തുകളാണ് പഠന വിധേയമാക്കുന്നത്. ഇത് ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലവുമായി നേരിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്ന ആയത്തുകൾ തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, സത്യവിശ്വാസികളെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഈ ആയത്തുകളുടെ അഭിസംബോധന വൃത്തത്തില് പിന്നിട്ട 10-22 വർഷങ്ങൾ ഉള്ളിലായിട്ട് ഇസ്ലാം സ്വീകരിച്ച ആളുകളുണ്ട്. ഇപ്പോ ഫത്ഹ് മക്കയോടൊപ്പം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് അനുകൂല സാഹചര്യത്തിൽ ഇസ്ലാമിലേക്ക് വന്നു ചേർന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ആളുകളോട് എല്ലാവരോടുമായിട്ട് അല്ലാഹു അവരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി, നിങ്ങൾ അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും മുൻകടക്കരുത്. അവരെ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും മറികടക്കരുത്, മറികടക്കാതിരിക്കണം. അങ്ങനെയാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഏത് കാര്യത്തിലും നിങ്ങൾക്ക് അടിസ്ഥാനപരമായി ഒരു മാതൃകയായിട്ട് നിലകൊള്ളുന്നത് നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ആ പ്രവാചകന് എല്ലാവിധത്തിലുള്ള മാർഗദർശനവും നിർദ്ദേശങ്ങളും ഒക്കെ നൽകിയിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ ജീവിത പാതയുടെ 2 അടിസ്ഥാന ആശ്രയങ്ങൾ, ഒന്ന് അല്ലാഹുവും രണ്ടാമത്തത് അവന്റെ ദൂതനുമാണ്. അള്ളാഹുവിനും അവന്റെ ദൂതനും ഇടയ്ക്ക് ആശയപരമായ സംഘർഷമൊന്നുമില്ല. അള്ളാഹു നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായി തികവോടെയും പൂർണ്ണതയോടെയും യാതൊന്നും കൂട്ടുകയോ കുറക്കുകയോ ഒന്നും ചെയ്യാതെയും മനുഷ്യ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുന്ന ദൗത്യമാണ് ദൂതൻ നിർവഹിക്കുന്നത്. അത് അദ്ദേഹം അതിന്റെ പരിപൂർണതയോടുകൂടി നിർവഹിക്കുന്നില്ലെങ്കിൽ താങ്കൾ അത് എത്തിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അള്ളാഹു ഒരിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ കർക്കശമായ ഭാഷയിൽ പറയുന്നത്. അപ്പോ ദൈവിക സന്ദേശം അതിന്റെ തികവോടും പൂർണ്ണതയോടും കൂടി എത്തിക്കുകയാണ് പ്രവാചകൻ ചെയ്യുന്നത്. അതുകൊണ്ട് അള്ളാഹു എന്തൊരു കാര്യമാണോ പഠിപ്പിക്കപ്പെടണം എന്ന് ഉദ്ദേശിച്ചത് അത്
യാതൊരു വീഴ്ചയും വരുത്താതെ ഏറ്റക്കുറവുകളില്ലാതെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ ദൂതൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാര്യത്തിലും നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും മറികടക്കരുത്. അവരാണ് കാര്യങ്ങളിൽ അവസാന വാക്ക്, പറയുന്ന കാര്യം അതാണ്. അപ്പൊ നിങ്ങൾക്ക് വ്യക്തിപരമായി ആലോചനയിലോ തോന്നലിലോ അതുപോലെ ഭാവനയിലോ ഒക്കെ വല്ലതും ഒക്കെ രൂപപ്പെടുത്തിയെടുത്ത് നടപ്പിലാക്കുകയല്ല വേണ്ടത്. ഏത് കാര്യത്തിലും നിങ്ങൾ അള്ളാഹുവും അവന്റെ ദൂതനും എന്താണോ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അത് പിന്തുടരുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഒരു കാര്യത്തിലും നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും കൈയൊഴിഞ്ഞുകൊണ്ട് സ്വന്തം നിലക്ക് നിങ്ങളുടേതായ രീതിയിൽ കാര്യങ്ങൾ ആവിഷ്കരിക്കുകയോ നിർവഹിക്കുകയോ ചെയ്യരുത്. മറിച്ച് ഏത് വിഷയത്തിലും അള്ളാഹുവും അവന്റെ ദൂതനും എന്ത് നിലപാടാണോ സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാടിനെ ആ വിഷയത്തിൽ പിൻപറ്റുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും നിങ്ങൾ മറികടക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി. അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും പൊസിഷനിൽ നിന്ന് അതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങൾ കണ്ടം ചാടി പോകരുത്, അല്ലെങ്കിൽ മറികടക്കരുത്, മുൻകടക്കരുത് എന്നൊക്കെയാണ് ഇവിടെ നൽകുന്ന നിർദ്ദേശം. ഇത് അള്ളാഹുവിന്റെ ദൂതൻ ഇരിക്കുന്നിടത്തുനിന്ന് അതിനപ്പുറത്തേക്ക് നീങ്ങരുത് എന്നുള്ളത് മര്യാദകേടാവുന്ന വിധത്തിൽ ഒരു കാരണവശാലും ഏതിടത്തിലും അള്ളാഹുവിന്റെ പ്രവാചകന് മുൻതൂക്കം നൽകപ്പെടുന്ന വിധത്തിൽ, ആദരവ് നൽകപ്പെടുന്ന വിധത്തിലല്ലാതെ മറികടക്കാൻ പാടില്ല. വ്യക്തിപരമായ ഒരു വ്യക്തി അയാള് ഒരിടത്ത് ഇരിക്കുമ്പോഴോ അല്ലെ നിൽക്കുമ്പോ ഒക്കെ ഉള്ള കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ അത് കേവലം ഫിസിക്കലായിട്ട് ഒരാൾ ഒരിടത്ത് ഇരിക്കുമ്പോ അയാൾ ഇരിക്കുന്നതിനപ്പുറത്തേക്ക് അങ്ങ് ചാടിപ്പോകരുത് എന്ന് പറയുന്നതായിട്ടല്ല മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഉണ്ടാവും ചില സന്ദർഭങ്ങളൊക്കെ. ഇപ്പോ മസ്ജിദിനകത്തിരിക്കുമ്പോ അല്ലെങ്കിൽ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോ ഒക്കെ തന്നെ എല്ലാ നിലക്കുമുള്ള മുന്തിയ പരിഗണന അള്ളാഹുവിന്റെ ദൂതന് തന്നെയാണ് നൽകേണ്ടത്. തീർച്ചയായിട്ടും അള്ളാഹു അങ്ങനെ ഒരു സ്വത്വം എന്ന നിലക്ക് അവിടെ വന്ന് ഇരിക്കുന്ന ഒരു കാര്യം വരുന്നില്ലാത്തത് കൊണ്ട് അക്കാര്യത്തിൽ അള്ളാഹുവിന് ചേർത്ത് നമ്മൾ പറയുന്നതിന് വിശേഷ അർത്ഥമൊന്നുമില്ല. എന്നാൽ അള്ളാഹുവിന്റെ ദൂതൻ നിങ്ങളുടെ ഇടയിൽ വരികയും ഇരിക്കുകയും നിങ്ങളോട് സംവദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഈ സന്ദർഭങ്ങളിലൊക്കെയും തന്നെ നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ഒരു കാര്യത്തിലും മറികടക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹുവാണ്, അവന്റെ ദൂതനാണ് കാര്യങ്ങളിലുള്ള അവസാന വാക്ക്. ഏതു കാര്യത്തിലും നിങ്ങൾക്കുള്ള അവലംബം അള്ളാഹുവും അവന്റെ ദൂതനുമാണ്. അപ്പോ ഒരു ഒത്തുകൂടൽ രംഗത്ത് അള്ളാഹുവിന്റെ പ്രവാചകന് നൽകപ്പെടേണ്ട ആദരവ് ഏതു വിധത്തിലുള്ളതാണ് എന്നത് ഒരു കാരണവശാലും നമ്മളെപ്പോലെയോ നമ്മളെക്കാൾ താഴെയോ ആയ ഒരാളാണ് എന്ന നിലക്ക് സങ്കല്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദൂതനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യരുത്. അള്ളാഹുവിനെ പരാമർശിക്കുന്നതോ തന്നെയും സുബ്ഹാനഹു എന്ന് പറഞ്ഞുകൊണ്ടോ ജല്ല ജലാലഹു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതാണ് വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. സുബ്ഹാനഹു വ തആല, തികവാർന്നവനാണ് അള്ളാഹു, അത്യുന്നതനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിന്റെ പേര് നമ്മൾ പരാമർശിക്കുന്നത്. അത് നമ്മൾ അള്ളാഹുവിന് നൽകുന്ന ഭക്തി ആദരവിന്റെ ഒരു വാച്യരൂപമാണ്. വാക്യ രൂപത്തിലുള്ള ഭക്തി ആദരവ് പ്രകടിപ്പിക്കലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്നത്. അള്ളാഹു എന്ന് മാത്രം പറഞ്ഞ് നമ്മൾ ഒതുക്കാറില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ ജല്ല ജലാലു എന്ന വിധത്തിലാണ് നമ്മൾ പറയാറുള്ളത്. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് പരാമർശിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും സത്യവിശ്വാസികൾ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുമ്പോൾ
സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. അത് അദ്ദേഹത്തിനുള്ള മഹത്വവും അദ്ദേഹത്തിനുള്ള ബഹുമാനം, ആദരവ് ഒക്കെ പ്രകടിപ്പിക്കൽ കൂടിയാണ്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതോടൊപ്പം തന്നെ അത് അദ്ദേഹത്തിന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്ന ആ മഹനീയമായ സ്ഥാനത്തെ അടയാളപ്പെടുത്തലാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് മനുഷ്യ സമൂഹത്തിലെ എല്ലാവരും തന്നെ അദ്ദേഹത്തെ പ്രവാചകനായി അംഗീകരിച്ചവരൊക്കെയും തന്നെ ഈ ആദരവ് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ പരാമർശിക്കേണ്ടത്. ഈ സൂറത്ത് അവതരിച്ച ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലെ ആളുകൾ വന്നും പോയും ഒക്കെ ഇരുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകനോട് ഉള്ള ഇടപാടുകളിൽ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് അറിയാതിരുന്ന കുറെ പേരൊക്കെ ഉണ്ട്. പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ, അവർക്ക് എങ്ങനെ അവര് പരസ്പരം ഇടപഴകിയിരുന്ന, പെരുമാറിയിരുന്ന ഒക്കെ രീതിയിൽ അവർ തുടക്കത്തിൽ അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകനെയും പരിഗണിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഈ ഗുജറാത്തിന്റെ പുറകിൽ വന്നിട്ട് യാ മുഹമ്മദ് എന്ന് ഉറക്കെ വിളിച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു രീതി അവരിൽ ചിലരൊക്കെ പിന്തുടരാൻ സാഹചര്യം ഉണ്ടായത്. അവർക്ക് അറിയുമായിരുന്നില്ല അള്ളാഹുവിന്റെ പ്രവാചകനെ അംഗീകരിക്കുന്നവർ ഏത് വിധത്തിലാണ് അദ്ദേഹത്തിനെ ആദരിക്കേണ്ടത് എന്നത് അറിയാത്തവരായിരുന്നു ആ ഘട്ടത്തില് പലരും. അപ്പൊ അള്ളാഹുവിടെ അത് അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പഠിപ്പിക്കുകയാണ്. അതില് അള്ളാഹുവിന് നൽകേണ്ട ഭക്തി ആദരവും അള്ളാഹുവിന് നൽകേണ്ട ബഹുമാനവും അള്ളാഹുവിന് കൽപ്പിക്കേണ്ട മഹത്വവും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അവന്റെ ദൂതന് നൽകേണ്ട പ്രാധാന്യത്തെയും മഹത്വത്തെയും ഒക്കെ അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. അതൊരു റിലേഷൻഷിപ്പിന്റെ കൂടി കാര്യമാണ്. ഏറ്റവും ഭക്തിയും ആദരവും അർഹിക്കുന്നവൻ അള്ളാഹുവാണ്. അവനോട് ആരാധനയാണ് ഉണ്ടാവേണ്ടത്. അവന്റെ ദൂതന് നിങ്ങൾ അർഹിക്കുന്ന എല്ലാവിധ അംഗീകാരവും നൽകണം, ആദരിക്കണം, ബഹുമാനിക്കണം. ഇതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അത് അദ്ദേഹത്തെ നേരിട്ട് കണ്ടുമുട്ടുമ്പോഴോ അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോഴോ അദ്ദേഹം ഉള്ള പരിസരങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോഴോ ഒക്കെ പ്രത്യക്ഷത്തിൽ നമ്മൾ നമ്മുടെ സാന്നിധ്യം കൊണ്ട് കാണിക്കേണ്ട, നമ്മുടെ ശരീര സാന്നിധ്യം കൊണ്ടോ അല്ലെങ്കിൽ ശരീരഭാഷ കൊണ്ടോ കാണിക്കേണ്ട ഒരു ആദരവുണ്ട്. അതും ഇതില് സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകളെ, ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി. ബൈന യദൈ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മുൻവശം എന്നാണ് അറബി ഭാഷയിൽ, വിശേഷിച്ച് ഖുർആന്റെ ഭാഷയിൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ബൈന യദൈ എന്ന് പറഞ്ഞ ഭാഷയിൽ അത് രണ്ട് കൈകൾക്കിടയിൽ എന്നാണ് അർത്ഥം. ഒരാളുടെ മുൻഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. ഒരാളുടെ രണ്ട് കൈകൾക്കിടയിലുള്ള ഇടം എന്ന് പറയുന്നതാണ് അയാളുടെ മുൻവശം. അപ്പോ ദുബുർ വറാ അദ്ബാരിഹിം എന്നൊക്കെ പറയുന്ന ഒരു പ്രയോഗം ഖുർആനിൽ വേറെ കാണാം. അവരുടെ ദുബുറിന്റെ പുറകിലായിട്ട് എന്ന് പറഞ്ഞു, പിൻവശം സൂചിപ്പിക്കാൻ വേണ്ടി. തവല്ലവും മുദ്ബിരീൻ എന്നൊക്കെയുള്ള പ്രയോഗം, അവരുടെ ദുബുറിന്റെ പുറകിലേക്കായിട്ട് അവർ തിരിഞ്ഞു പോയി കളഞ്ഞു എന്നൊക്കെ പറയുന്നു. ഈ രണ്ട് ഈ സൂചനകളും വിശുദ്ധ ഖുർആനിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ബൈന യദൈ എന്നത് സമയം സൂചിപ്പിക്കുമ്പോൾ വർത്തമാനകാലവും ഭാവി കാലവും ഒരുമിച്ച് പരാമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ ആ പ്രയോഗം കാണാം. ഒരു സ്പേസ് ആണ്, സ്ഥലമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് രണ്ടാളുകളുടെ മുൻവശം, മുൻഭാഗം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് കാണാം. രണ്ട് കൈകൾക്കിടയിൽ എന്ന് പറയുന്നത് നമുക്കതിന്റെ ആ മെറ്റഫർ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മനസ്സിലാക്കുമ്പോൾ അതൊരാളുടെ മുൻവശമാണ്, അയാൾ അഭിമുഖീകരിക്കുന്ന ഭാഗമാണ് എന്നത് വ്യക്തമായി കാണാൻ കഴിയും. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലി. നിങ്ങൾ അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും മുൻവശത്തിനപ്പുറത്തേക്ക് പോകുന്ന വിധത്തിലാവരുത് എന്നാണ് പറയുന്നത്.
ഭാഷാപരമായിട്ട് അതാണ്. അവരുടെ ഇരുവരുടെയും കൈകൾക്കിടയിലുള്ള ആ ഇടത്തിനേക്കാളും അപ്പുറത്തേക്ക് നിങ്ങൾ ഇഖ്ദാമ് ചെയ്യരുത് എന്നാണ്. നിങ്ങളുടെ ഖദമുകൾ വെച്ച്, തുഖദ്ദിമു എന്ന് പറഞ്ഞാല് ശരിക്കും ആ വാക്ക് വരുന്നത് ഖദമിൽ നിന്നാണല്ലോ. ഖദം എന്ന് പറഞ്ഞ പാദം എന്നാണ്, അഖ്ദാം എന്ന് പറഞ്ഞ പാദങ്ങളാണ്. ഇഖ്ദാം എന്ന് പറഞ്ഞാൽ അടിവെച്ച് അങ്ങനെ മുന്നോട്ട് നീങ്ങുന്നതിനാണ് ഇഖ്ദാം എന്ന് പറയുന്നത്. അപ്പോ നിങ്ങളുടെ പാദങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും മുന്നിൽ കടക്കുന്ന അവസ്ഥയിലേക്കാവരുത് എന്ന്. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. നിങ്ങൾ ഒരു കാര്യത്തിലും ഇപ്പൊ നമ്മള് ചെറുപ്പത്തില് പഴയ കാലത്തൊക്കെ, ഇപ്പൊ അങ്ങനെ ഉണ്ടോന്ന് അറിയില്ല, കുട്ടികള് ഒക്കെ മുതിർന്നവരൊക്കെ ഇരിക്കുന്ന ഒരു സദസ്സിൽ കുട്ടികൾ വന്ന് കാല് നീട്ടിയിരിക്കുമ്പോ മോനെ കാല് അങ്ങനെ ഇവരെ മുതിർന്ന ആളുകളെ പരാമർശിച്ചുകൊണ്ട് അവരുടെ നേരെ നീട്ടരുത് എന്നൊക്കെ പറഞ്ഞ് മര്യാദ പഠിപ്പിക്കാറുണ്ടായിരുന്നു പഴയ കാലത്തൊക്കെ. മുതിർന്ന ആളുകൾ, വാപ്പന്മാരും വല്യപ്പന്മാരും ഒക്കെ മുതിർന്ന ആളുകളുടെ നേരെ കാല് നീട്ടിയിരിക്കരുത് എന്നൊക്കെ പറയാറുണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ മര്യാദ പഠിപ്പിക്കലിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് അവർ മനസ്സിലാക്കിയ ശാരീരികമായ ഒരു ശരീരത്തിനൊരു ഭാഷയുണ്ടല്ലോ, ആ ശരീരഭാഷയും ആദരവുള്ളതാവണം എന്നാണ് ആ പറഞ്ഞതിന്റെ സൂചന. കാല് നീണ്ടു പോകുന്നത് കൊണ്ടോ കൈ നീണ്ടു പോകുന്നതുകൊണ്ടോ ഉള്ള പ്രശ്നമല്ല യഥാർത്ഥത്തിൽ. അത് ശരീരഭാഷയിൽ നമ്മൾ ചിലതൊക്കെ കൺവേ ചെയ്യുന്നുണ്ട്. അധ്യാപകരുടെ മുന്നില്, ഗുരുക്കന്മാരുടെ മുന്നില്, വലിയ പണ്ഡിതന്മാരുടെ മുന്നില്, അതുപോലെ കുടുംബത്തിലെയും സമൂഹത്തിലെയൊക്കെ മുതിർന്ന ആളുകളുടെ അല്ലെങ്കിൽ നേതൃപരമായ തലങ്ങളിലുള്ള ആളുകളുടെ മുന്നില് നമ്മള് ഒരു ശരീരഭാഷയിൽ തന്നെ പ്രകടമാവുന്ന ഒരു വിനയവും അതുപോലെ ഒരു എന്താ പറയുക, തലയെടുപ്പ് കാണിച്ച് ഒരു 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 വെല്ലുവിളിയുടെ ഒരു സ്വഭാവം ശരീരഭാഷയിൽ ആരും കാണിക്കാറില്ലല്ലോ. എല്ലാവരും തന്നെ ബഹുമാനവും ആദരവും ഒക്കെ കാണിച്ചുകൊണ്ടാണ്. അത് നമ്മൾ അങ്ങ് വല്ലാതെ അങ്ങ് ചെറുതായി പോയത് കൊണ്ടൊന്നും അല്ല. പലപ്പോഴും ഈ ആദരവ് കാണിക്കുന്ന ആളുകള് വർഷങ്ങൾക്കുള്ളിൽ ആർക്കാണോ ആരോടാണോ ആദരവ് കാണിക്കുന്നത് അയാളെക്കാളൊക്കെ ഒരുപാട് മുകളിലൊക്കെ എത്തുന്നുണ്ടാവും. അപ്പൊ അതൊന്നും അല്ല വിഷയം. ഇത് ഒരു ശരീരഭാഷയുടെ ഒരു പ്രയോഗമാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും മറികടക്കരുത്, മറികടക്കുന്നവരായി മാറരുത്. അപ്പോ ഇത് വേറെ പല തലങ്ങളിലേക്കും ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഒരു വിഷയത്തില് അള്ളാഹുവും അവന്റെ ദൂതനും എടുത്ത നിലപാടുകള്, കാർക്കശ്യം, അങ്ങനെയുള്ള സംഗതികളൊക്കെ നോക്കിയിട്ട് അതൊന്നും പോരാ, ഞാൻ അതിനേക്കാളും ഭയങ്കര കണിശതയും കാർക്കശ്യം കാണിക്കുകയാണ് എന്നൊന്നും ആരും വെക്കരുത്. നോമ്പെടുക്കാൻ അള്ളാഹു റസൂലും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളാണ് പഠിപ്പിച്ചത് അത്രത്തോളം ഒക്കെ ചെയ്താൽ മതി. അതിനപ്പുറത്തേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഞാന് വർഷമുടനീളം നോമ്പെടുക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിക്കൊണ്ട് നിർദ്ദേശങ്ങൾ നൽകിയത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, ഞാൻ നോമ്പെടുക്കാതെ ഇരിക്കുന്നുണ്ട്, വർഷമുടനീളം ഞാൻ നോമ്പെടുക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കുന്ന കാര്യത്തിൽ മിതത്വം പാലിക്കുന്ന ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് സമ്പത്ത് ചെലവഴിക്കുന്നത്. ഞാൻ എൻ്റെ കയ്യിലുള്ള എൻ്റെ സമ്പത്ത് മുഴുവനും വസിയത്ത് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോ അത് വേണ്ട, 1/3 വരെ പരമാവധി മതി എന്ന ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളിൽ ഒരാളെ പഠിപ്പിച്ചത് നമ്മളെ ഹദീസിലെ വിശദാംശങ്ങളോടുകൂടി കാണാൻ അവസരം ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഏത് കാര്യത്തിലും അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചതിന്റെ ഒരു പടി അപ്പുറത്തേക്ക് ഞാൻ നിൽക്കും, അതിനേക്കാളും ഞാനാണ് മുന്നിൽ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു രീതി സ്വീകരിക്കേണ്ടതില്ല. അത് ശരീരഭാഷയിലും അങ്ങനെ വേണ്ടതില്ല, പാടില്ല. ഇതാണ് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും മറികടക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാവേണ്ട, അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത്. വത്തഖുല്ലാഹ,
നിങ്ങൾ അള്ളാഹുവിനോട് ഭക്തിയാദരവുള്ളവരാവുക, തഖ്വ കാണിക്കുന്നവരാവുക. ഇന്നല്ലാഹ സമീഉൻ അലീം, നിശ്ചയമായിട്ടും അള്ളാഹു കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. നിങ്ങളുടെ ഹൃദയത്തില് നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകൾ അത് തീർച്ചയായിട്ടും അവൻ അറിയും. നിങ്ങൾ സംസാരിക്കുമ്പോൾ അതില് പ്രകടമാവുന്ന നിങ്ങളുടെ നിലപാടുകൾ അതൊക്കെയും അവന് കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി അവനോട് ഭക്തിയും ഭയപ്പാടും ഒക്കെയുള്ളവരായിട്ട് നിലക്കൊള്ളുക. ഒരു കാര്യത്തിലും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും മറികടക്കുന്നവരാവരുത് നിങ്ങൾ. അപ്പോ ഏത് കാര്യത്തിലും നിങ്ങൾ അവസാന വാക്കായിട്ട് കാണേണ്ടത് അള്ളാഹുവിനെയും അവന്റെ ദൂതനെയുമാണ് എന്നതാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഒരു ദൗത്യം നിർവഹിക്കാൻ അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിട്ട് ഗവർണറായിട്ടൊക്കെ അയച്ച ഘട്ടത്തിൽ അത് സംബന്ധമായ ഒരു സംഭവം ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നത്, അദ്ദേഹത്തോടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മുആദ് യമനില് ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രശ്നം നിന്റെ മുന്നിൽ എത്തുകയാണെങ്കിൽ അതിനെങ്ങനെയാണ് നീ വിധി കൽപ്പിക്കുക? അക്കാര്യത്തില് എന്ത് തീരുമാനമാണ് നീ അവർക്ക് നൽകുക? അപ്പോ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു വിധി തീർപ്പ് നൽകും എന്നാണ്. അള്ളാഹുവിന്റെ കിതാബ്, അതാണ് നമുക്ക് അള്ളാഹുവിന്റെ നിലപാട് ഒരു വിഷയത്തിൽ എന്താണ് എന്നറിയാനുള്ള ഒരു സ്രോതസ് അതാണല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ കിതാബ് അനുസരിച്ചാണ്, അള്ളാഹുവിന്റെ ഗ്രന്ഥം ഖുർആൻ അനുസരിച്ചാണ് ഞാൻ അവർക്ക് വിധി തീർപ്പ് നൽകുക എന്നാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തില് ഈ വിഷയത്തില് നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൽ ഒരു വിധി ലഭിക്കുന്നതായിട്ട് നിനക്ക് കാണാൻ കഴിയാതിരുന്നാൽ എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ കിതാബിൽ അതിനുള്ള പരിഹാരം, അതിനുള്ള വിധി കാണുന്നില്ല എങ്കിൽ, അപ്പോ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ച് വിധി നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് മാതൃകയാണ് ആ വിഷയത്തിൽ കാണിച്ചിട്ടുള്ളത് അതനുസരിച്ച് വിധി തീർപ്പ് നൽകുമെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, അതിലും കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? നബിയുടെ എന്റെ സുന്നത്തിലും നിനക്ക് അക്കാര്യത്തിലുള്ള ഒരു വിധി കാണാൻ കഴിയുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അക്കാര്യത്തിൽ ഒരു ഗവേഷണം നടത്തും, ഒരു ഇജ്തിഹാദ് നടത്തും, എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ എന്റെ യുക്തിബോധം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഖുർആന്റെയും സുന്നത്തിന്റെയും നിർദ്ദേശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു യുക്തി വിചാരം നടത്തി ഞാൻ അക്കാര്യത്തിൽ ഒരു ഗവേഷണം നടത്തി ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ട് അത് അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോ അത് കേട്ടപ്പോ ഈ ഉത്തരത്തിൽ അടങ്ങിയിട്ടുള്ളത് തന്റെ സ്വന്തം തിരിച്ചറിവിനും യുക്തിക്കും മുകളിലായിട്ട് അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും നിർദ്ദേശങ്ങളെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പരിഗണിക്കുന്നു എന്നതാണല്ലോ അതിൽ വന്നത്. അപ്പോ അള്ളാഹുവിന്റെ ദൂതൻ അതിനോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത്, ദൈവദൂതന്റെ പ്രതിനിധിയെ ദൈവദൂതന് ഇഷ്ടപ്പെട്ട രീതി തിരഞ്ഞെടുക്കാൻ ഈ വിധത്തില് തൗസിയ നൽകിയ പടച്ച തമ്പുരാന് സ്തുതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സംബന്ധമായിട്ട് ഒരു പ്രതികരണമായിട്ട് നടത്തുകയുണ്ടായത്. എന്ന് പറഞ്ഞാൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പിന്തുടരും എന്ന് പറഞ്ഞ ആ രീതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുന്നത് എന്നതാണ് അത് നൽകുന്ന സൂചന. അപ്പോ അവിടെയും പ്രകടമാവുന്നത് ഏത് വിഷയത്തിലും അള്ളാഹു എന്ത് നിലപാടാണോ എടുത്തത് അതനുസരിച്ച് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചര്യയിൽ എന്ത് വിശദീകരണമാണ്, കർമ്മ മാതൃകയാണ് തന്നിട്ടുള്ളത് അതനുസരിച്ച് അങ്ങനെയാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. ഒരു കാരണവശാലും നമ്മളുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും താല്പര്യങ്ങളും അതിനേക്കാൾ
മെച്ചപ്പെട്ടതാണ് എന്ന നിലക്ക് പരിഗണിക്കുകയില്ല എന്നതാണ്, അല്ലെങ്കിൽ പരിഗണിക്കരുത് എന്നതാണ് ഈ നിർദ്ദേശത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഈ നിർദ്ദേശത്തിന്റെ വിശദാംശമായിട്ട് നമുക്ക് തുടർന്നുള്ള ആയത്തിനെ കാണാം. യാ അയ്യുഹല്ലദീന ആമനു, വീണ്ടും സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു കാര്യം പറയുന്നത്. ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗത്തിൻ നബി, നിങ്ങളുടെ ശബ്ദം ഒരു കാരണവശാലും നിങ്ങൾ അള്ളാഹുവിന്റെ ദൂതന്റെ ശബ്ദത്തെക്കാൾ ഉയർന്നതാക്കരുത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സാന്നിധ്യത്തില് അദ്ദേഹം ഏത് വോള്യത്തിലാണോ സംസാരിക്കുന്നത് അതിനേക്കാൾ കൂടിയ വോള്യത്തില് നിങ്ങൾ ഒച്ചയിട്ട് സംസാരിക്കരുത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗത്തിൻ നബി. അപ്പൊ ശബ്ദം ഓരോ സന്ദർഭത്തിനും ആവശ്യമായ വിധത്തിലേ ഉയർത്താൻ പാടുള്ളൂ. ഇത് സംബന്ധമായ ഒരു നിർദ്ദേശം സൂറത്തുൽ ലുഖ്മാൻ അലൈഹിസ്സലാം മകന് നൽകുന്ന ഒരു ഉപദേശത്തിൽ നമ്മൾ കാണുകയുണ്ടായി. ശബ്ദം നിയന്ത്രിച്ചുകൊണ്ട് വേണം. ഇന്ന അങ്കറൽ അസ്വാത്തി സൗത്തുൽ ഹമീർ എന്ന് കൂടി അവിടെ ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും വെറുപ്പുളവാക്കുന്ന ശബ്ദം കഴുതയുടെ ശബ്ദമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശബ്ദം മിതമായും നിയന്ത്രിച്ചും ഉപയോഗിക്കേണ്ട ഒരു സംഗതിയാണ് എന്ന് അവിടെ ലുഖ്മാൻ അലൈഹി ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു നിർദ്ദേശിക്കുന്നത് ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗത്തിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാൾ ഉയർന്ന ശബ്ദമാക്കി മാറ്റരുത് നിങ്ങളുടേത് എന്ന് അള്ളാഹു ഇവിടെ നിർദ്ദേശിക്കുകയാണ്. അതൊരു മര്യാദയുടെ വിഷയമാണ്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തില് അദ്ദേഹത്തിന്റെ ശബ്ദത്തിനേക്കാൾ ഉച്ചത്തില് ശബ്ദം ഉപയോഗപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടും അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടും ഒക്കെ ബാങ്ക് വിളിപ്പിച്ചപ്പോ അതിന്റെ താല്പര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് അവരുടെ ബാങ്കിന് അവരുടെ ശബ്ദം വളരെ ഫാർ ആൻഡ് വൈഡ് ആയ ഒരു ഏരിയയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നതാണ്. അപ്പോ അതുകൂടി പരിഗണിക്കപ്പെടേണ്ടത്. അത് ഓരോ സന്ദർഭവും ഓരോ ആവശ്യമൊക്കെ പോലെ തന്നെയാണ് ഇതുള്ളത്. പക്ഷെ എന്നാൽ പോലും ഒരു മര്യാദ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ ഒച്ചയിട്ട് സംസാരിക്കരുത്. നിങ്ങളുടെ ശബ്ദം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാൾ ഉയർന്നതാവരുത്. അക്കാര്യത്തിൽ നിങ്ങൾക്ക് പേടി ഉണ്ടാവണം എന്നതാണ് ഇവിടെ നൽകുന്ന സൂചന. അത് നമ്മളെ ഒരു മര്യാദ പഠിപ്പിക്കുകയാണ്. ഇത് ഒരു സമൂഹത്തിലും കുടുംബത്തിലും മനുഷ്യന്റെ സമ്പർക്ക ലോകത്തും ഒക്കെ പിന്തുടരപ്പെടേണ്ട ഒരു മര്യാദ തന്നെയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ആദരിക്കപ്പെടേണ്ട, ഏറ്റവും ഏറെ ആദരിക്കപ്പെടേണ്ട വ്യക്തി എന്ന നിലക്ക് അള്ളാഹു അതൊരു റോൾ മോഡൽ ആയിട്ട് പറഞ്ഞു തരികയാണ് ഇവിടെ. ഇതേപോലെ ഇപ്പോ വാപ്പാന്റെ മുന്നില്, അധ്യാപകന്റെ മുന്നില്, നമ്മൾ ആദരിക്കുന്ന ഒരു നേതാവിന്റെ മുന്നില്, നമുക്ക് വളരെ വേണ്ടപ്പെട്ട മനുഷ്യ സമൂഹം ആദരിക്കുന്ന ആളുകളുടെ മുന്നിലും ഒക്കെ ഇതുപോലെയുള്ള ബഹുമാനവും മര്യാദയൊക്കെ കാണിക്കേണ്ടതുണ്ട്. അത് ഈ ആയത്ത് തന്നെ നൽകുന്ന ഒരു പരോക്ഷമായ സൂചനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് എത്തിയ ഘട്ടത്തില് ആദ്യമായിട്ട് തങ്ങിയ ഒരു വീട് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടായിരുന്നു. അന്ന് 2 തട്ടുള്ള വീടായിരുന്നു അദ്ദേഹത്തിൻ്റെത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൗകര്യം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് താഴെ തട്ടില് ഇടം കൊടുത്തു കിടന്നുറങ്ങാന്. എന്നിട്ട് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവും പത്നിയും മുകളിലെ തട്ടില് പോയി രാത്രി കിടന്നുറങ്ങാൻ നോക്കിയിട്ട് അവർക്ക് അതിഭയങ്കരമായ അസ്വസ്ഥത അനുഭവപ്പെടുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുകളിൽ ഞങ്ങൾ കിടക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത് മര്യാദകേടായി പോവോ എന്നുള്ള നിലക്ക്. എന്നിട്ട് അതുപോലെ അവരെ ആശങ്കപ്പെടുത്തിയ ഒരു സംഗതി, വഹി ഇറങ്ങുമ്പോ ആകാശത്തുനിന്ന് വഹി വരുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് വഹി ലഭിക്കുന്നതിന് ഞങ്ങളുടെ ഈ ഉയർന്ന അദ്ദേഹത്തിന്റെ മുകളിലായിട്ട് കിടക്കുന്ന ഒരവസ്ഥ ഒരു തടസ്സമായി മാറുമോ എന്നൊക്കെയുള്ള ആശങ്കയിൽ 2 പേരും ചുവര് പറ്റി കിടന്നുകൊണ്ട് ആ തടസ്സം ആവാതെ കിടന്നുകൊണ്ട് നേരം വെളുപ്പിക്കുകയാണ് ചെയ്യുന്നത്.
മര്യാദക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല അവർക്ക്. എന്നിട്ട് പിന്നീട് അവര് ഈ അസ്വസ്ഥത അവരനുഭവിച്ച ഈ അസ്വസ്ഥത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ് അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്നത് മുകളിലേക്കാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. എത്ര ബഹുമാനവും ആദരവും ഒക്കെ കാണിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുചരന്മാര് അദ്ദേഹത്തോട് ബഹുമാനവും ആദരവും ഒക്കെ കാണിച്ചിരുന്നത്, അല്ലെ ഇടപഴകിയിരുന്നത് എന്നതാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു തുറന്നു പറയുന്നത് ലാ തർഫഉ അസ്വാതക്കും ഫൗഖ സൗത്തിൻ നബി, അള്ളാഹുവിന്റെ ദൂതന്റെ ശബ്ദത്തിനേക്കാൾ ഉയർന്ന ശബ്ദമാക്കി നിങ്ങളുടെ ശബ്ദം മാറ്റരുത്. വലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ, സംസാരത്തിൽ നിങ്ങൾ ശബ്ദം അമിതമായി വെളിപ്പെടുത്തി ഒച്ചയിട്ട് സംസാരിക്കുന്നവരാവരുത്. വലാ തജ്ഹർ, ജഹറാക്കുക എന്ന് പറഞ്ഞാൽ ഒച്ചയിൽ ആക്കുക എന്നാണ് അർത്ഥം. അതുപോലെ അത് വളരെ കുറഞ്ഞ ശബ്ദമായിട്ട് സംസാരിക്കുന്ന ഒരു രീതിയും ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ ഒച്ചയിട്ട് സംസാരിക്കുക. നേരത്തെ സൂചിപ്പിച്ച കൂട്ടർ ബനൂ തമീം ഗോത്രത്തിലെ പ്രതിനിധി സംഘം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകളുടെ പുറകിൽ നിന്ന് ഉറക്കെ വിളിച്ച ആ ഒച്ചയിട്ട് വിളിച്ച രീതി ഉണ്ടല്ലോ, അതിലേക്ക് പരാമർശം വരികയാണ്. അതിന്റെ മുമ്പായിട്ട് അള്ളാഹു ഈ കാര്യം പറയുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തെക്കാൾ ഉയർന്ന ശബ്ദത്തിൽ നിങ്ങൾ സംസാരിക്കരുത്. അതുപോലെ വലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ, സംസാരിക്കുമ്പോ ഒച്ചയിട്ട് സംസാരിക്കുന്ന ഒരു രീതിയും നിങ്ങൾ പിന്തുടരുത്. കജഹരി ബഅദികും ലിബഅദിൻ, നിങ്ങൾ പരസ്പരം ഒച്ചയിട്ട് സംസാരിക്കുമല്ലോ ചിലപ്പോഴൊക്കെ. നിങ്ങൾ കുടുംബാംഗങ്ങള് അല്ലെങ്കിൽ സുഹൃത്തുക്കള് നാട്ടുകാരും ഒക്കെ ചിലപ്പോ വലിയ ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ടാവും. പലപ്പോഴും ഒച്ച ഉയർത്തുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡും മാറും, അനാദരവ് അതിൽ വരും, അതുപോലെ കാർക്കശ്യം വരും, കോപം പ്രകടിപ്പിക്കൽ വരും. ഇതൊക്കെ അതിലടങ്ങും. ചിലപ്പോൾ ഒച്ചയിട്ട് സംസാരിക്കുമ്പോൾ നമ്മളെ ഇമോഷണൽ ആയ ഒരു ആറ്റിറ്റ്യൂഡിനും മാറ്റം ഉണ്ടാവും. അപ്പൊ അള്ളാഹുവിന്റെ ദൂതനോട് നിങ്ങൾ അങ്ങനെ ഒച്ചയിട്ട് സംസാരിക്കരുത്. നിങ്ങൾ പരസ്പരം ചിലപ്പോ അങ്ങനെ ഒച്ചയിട്ട് സംസാരിക്കാറുണ്ടല്ലോ, അതുപോലെ നിങ്ങൾ ചെയ്യരുത്. അതെന്തുണ്ടാക്കും? തഹ്ബത അഅമാലുക്കും, അത് നിങ്ങളുടെ കർമ്മങ്ങളെ പാഴാക്കി കളയും. വഅൻതും ലാ തശൂറൂൻ, നിങ്ങൾ അറിയാതെ കണ്ട്. നിങ്ങൾ ഒരുപാട് നന്മ ചെയ്യുന്ന ആളുകളായിരിക്കും, അഅമാലു സ്വാലിഹാത്ത് ചെയ്യുന്ന ആളുകളായിരിക്കും നിങ്ങൾ, പക്ഷെ അത് പാഴായി പോവുകയാണ് നിങ്ങൾ അള്ളാഹുവിന്റെ ദൂതനോട് ഒച്ചയിട്ട് സംസാരിക്കുക കാരണം. അള്ളാഹുവിന്റെ ദൂതനോട് നിങ്ങൾ വലിയ ആദരവ് കാണിക്കണം. ഒച്ചയിട്ട് സംസാരിക്കരുത്. നിങ്ങൾ പരസ്പരം സംസാരിക്കുന്ന പോലെ കൂട്ടത്തിൽ ഒരാള് എന്ന നിലക്ക് മര്യാദ ഇല്ലാത്ത വിധത്തില് ഇടപഴകുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത്. അതിന്റെ ഫലം എന്താണ് ഉണ്ടാവുക? തഹ്ബത അഅമാലുക്കും, നിങ്ങളുടെ അമലുകള് അതുകൊണ്ട് ഫലശൂന്യമായി പോകും, അല്ലെങ്കിൽ അത് പ്രതിഫലാർഹമല്ലാതെ ആയിട്ട് മാറും. അത് കാരണമായി വഅൻതും ലാ തശൂറൂൻ, അത് നിങ്ങൾ അറിഞ്ഞോളൊന്നുമില്ല. നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങളും നിങ്ങളുടെ സൽപ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത് ഫലമില്ലാത്തതായി മാറാൻ ഇത് കാരണമാകും, അള്ളാന്റെ റസൂലിന്റെ സാന്നിധ്യത്തിൽ ഒച്ചയിട്ട് സംസാരിക്കുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശബ്ദം ഉയർത്തരുത്. അള്ളാഹുവിന്റെ ദൂതന്റെ സാന്നിധ്യത്തില് കൂടിയാൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ വോള്യത്തിനനുസരിച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ. അതിൽ കൂടിയ ഒച്ചയില് നിങ്ങൾ സംസാരിക്കരുത്. ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും, നിശ്ചയമായിട്ടും തങ്ങളുടെ ശബ്ദത്തെ നിയന്ത്രിക്കുന്ന ആളുകൾ, ശബ്ദത്തെ പരിമിതപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നവർ, എന്ത റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ ദൂതന്റെ സാന്നിധ്യത്തിൽ ശബ്ദം നിയന്ത്രിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളുകൾ, ഉലൈകല്ലദീന ഇംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ, ആരാണ് അവര്? അവരാണ് തഖ്വയുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയരായ ആളുകൾ. അള്ളാഹു അവരെ പരീക്ഷിച്ചിട്ടുണ്ട് എന്നർത്ഥം. അള്ളാഹു ആ പരീക്ഷണം നൽകിയ തഖ്വ പരീക്ഷിച്ചറിഞ്ഞ ആളുകളാണ് അവർ എന്ന് പറഞ്ഞാൽ, അവരുടെ കാര്യത്തില് അള്ളാഹുവിന്റെ ദൂതന്റെ അടുക്കൽ ഉച്ചത്തിൽ സംസാരിക്കാതെ ശബ്ദം പരിമിതപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന ആളുകൾ,
അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ വിജയിച്ച ആളുകളാണ് എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഉലൈകല്ലദീന ഇംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ. അവരുടെ ഹൃദയങ്ങളെ തഖ്വയുടെ കാര്യത്തിൽ അള്ളാഹു പരീക്ഷിക്കുകയുണ്ടായിട്ടുണ്ട് എന്നിവിടെ പറയുന്നത് പരീക്ഷിച്ച് വിജയിച്ചവരാണ് അവര് എന്ന അർത്ഥത്തിലാണ്. തുടർന്ന് പറയുന്ന കാര്യം അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഉലൈകല്ലദീന ഇംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ, തഖ്വയുള്ളവരാണോ അല്ലേ എന്ന വിധത്തില് അവരുടെ ഹൃദയങ്ങളെ അല്ലാഹു പരീക്ഷിക്കുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളവരാണത്, ശബ്ദം നിയന്ത്രിച്ച് സംസാരിക്കുന്നവര്. കാരണം എന്താ? ലഹും മഗ്ഫിറത്തും വഅജ്റുൻ അദീം. അവർക്ക് പാപമോചനമുണ്ട്, മഹത്തായ പ്രതിഫലവും ഉണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ ഹൃദയങ്ങളിലെ തഖ്വ അള്ളാഹു പരീക്ഷിച്ചറിഞ്ഞ ആളുകൾ, തീർച്ചയായിട്ടും അവർക്ക് കുറച്ചൊക്കെ വീഴ്ചകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ലഹും മഗ്ഫിറത്തുൻ എന്ന് പറയുന്നത്. അവർക്കൊക്കെ വലിയ പാപമോചനമുണ്ട്, അള്ളാഹു മഗ്ഫിറത്ത് നൽകുന്നുണ്ട്. അതുപോലെ അവർക്ക് അജ്റുൻ അദീം അതിമഹത്തരമായ പ്രതിഫലവും അവർക്കുണ്ട്. തഖ്വയുള്ളവരാണോ അല്ലേ എന്നുള്ള നിലക്ക് അവരുടെ ഹൃദയങ്ങളെ അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ വീഴ്ചകളും പോരായികകളൊക്കെ അവരിൽ ഉണ്ടായിട്ടുണ്ടാകും. എന്നാൽ പോലും അവര് എല്ലാ നിലക്കും ഹൃദയത്തിൽ തഖ്വയുള്ളവരാണ് എന്ന കാര്യം ബോധ്യപ്പെടാൻ അവസരമുണ്ടായവരാണ്. ആ ആളുകൾ, അവർക്ക് ചെറിയ വീഴ്ചകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ അള്ളാഹു എല്ലാം അവർക്ക് പുറത്തു കൊടുക്കും. അജ്റുൻ അദീം, മഹത്തരമായ പ്രതിഫലവും അവർക്കായി ഉണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ചില കാര്യങ്ങൾ ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടത്, ഇതിന്റെ അവതരണ പശ്ചാത്തലം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇത് ഇസ്ലാമിന്റെ വളരെ അടിസ്ഥാനപരമായ, പ്രാഥമികമായ, അതുപോലെ വളരെ മൗലികമായ ഒരു തത്വം അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ പഠിപ്പിക്കുകയാണ് ഈ ആയത്തുകളിലായിട്ട് അള്ളാഹു. ഒന്നാമത്തെ പരിഗണന അള്ളാഹുവിനാണ്, തുടർന്ന് അവന്റെ ദൂതനാണ് നൽകേണ്ടത്. ഏത് കാര്യത്തിലും അവരുടെ മാർഗദർശനമാണ് പിന്തുടരേണ്ടത്. ഒരു വിഷയം നമ്മുടെ മുന്നിൽ രൂപപ്പെട്ടു വരുമ്പോൾ ആ കാര്യത്തില് അള്ളാഹുവും അവന്റെ ദൂതനും എന്ത് പഠിപ്പിച്ചു എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത്. അതാണ് നമുക്ക് മാതൃക. അപ്പോ സ്വന്തം തീരുമാനങ്ങൾക്ക് പ്രാമുഖ്യം കൽപ്പിക്കപ്പെടുന്നത് അതിനുശേഷമാണ്. അത് ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ഇജ്തിഹാദിന്റെ ഒരു മെത്തഡോളജിയും ഇതിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഏത് സംഗതിയിലും ആദ്യം അള്ളാഹു എന്ത് പറഞ്ഞു, അത് ഖുർആനിലാണ് ഉണ്ടാവുക. പിന്നെ പ്രവാചകൻ ഏത് വിധത്തിൽ അതിന് വിശദീകരണം നൽകി, കർമ്മ രൂപത്തിലോ അല്ലെങ്കിൽ സംസാര രൂപത്തിലോ ഒക്കെ ആയിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ടാവും. അതെങ്ങനെയാണ് എന്നത് പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മളുടെ യുക്തിചിന്തയും അതുപോലെ ഗവേഷണവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോ ഒരു കാര്യത്തിലും അള്ളാഹുവിനേക്കാളും അവന്റെ ദൂതനേക്കാളും ഇക്കാര്യത്തിൽ അതോറിറ്റി ഞാനാണ് എന്ന നിലക്ക് നിലപാടെടുക്കരുത്. അപ്പോ യഥാർത്ഥത്തിൽ സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടുത്ത പടിയായിട്ടാണ് ഈ മര്യാദ പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സൂറത്തുൽ അഹ്സാബിൽ പറയുന്ന കാര്യം ഇതാണ്: വമാകാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ. ഒരു കാര്യത്തിൽ അള്ളാഹുവും അവന്റെ ദൂതനും ഒരു വിധി തീർപ്പ് നടത്തി കഴിഞ്ഞാൽ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു വിശ്വാസിനി അക്കാര്യത്തിൽ യകൂന ലഹുമുൽ ഖീറ, എനിക്ക് അതല്ല ഇഷ്ടം, എനിക്ക് വേറൊരു സംഗതിയാണ് ഇഷ്ടം എന്ന നിലക്ക് ഒരു മൂമിനോ മൂമിനത്തോ തീരുമാനിക്കാൻ പാടില്ല. മിൻ അംരിഹിം, അവരുടെ കാര്യത്തിൽ. വമൻ യഅസില്ലാഹ വറസൂലഹു, ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ധിക്കരിക്കുന്നുവെങ്കിൽ ഫഖദ് ളല്ല ളലാലം മുബീന, അവര് വളരെ വ്യക്തമായിട്ടും പഴച്ച വഴിയിലാണ് എന്നാണ് അള്ളാഹു ഈ സൂറത്തുൽ അഹ്സാബിൽ പറയുന്നത്. അപ്പൊ ഒരു വിഷയത്തിൽ അള്ളാഹുവും അവന്റെ ദൂതനും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കണം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള തീരുമാനം. എനിക്ക് അതല്ല ഇഷ്ടം, എനിക്ക് ഇതാണ് എന്ന് ഒരു വിശ്വാസിയോ വിശ്വാസിനിയോ പറഞ്ഞുകൂടാ എന്നാണ് അവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോ ഈ അടിസ്ഥാന തത്വത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ഇവിടെ പറഞ്ഞ ഈ മര്യാദ നമുക്ക് കാണാവുന്നതാണ്. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും മുന്നിൽ ചാടി അവരെ മറികടക്കുന്ന ഒരു നിലപാട്
ഒരു കാര്യത്തിലും നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. അതുപോലെ ഈ ഒരു സംഗതി വ്യക്തിതലത്തിൽ മാത്രം പരിമിതമല്ല, ഭരണനിർവഹണ തലത്തിലും ഒക്കെ തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ ക്രമത്തില് കൃത്യനിർവഹണം നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്ത് സംഗതിയെയും തീരുമാനം എടുക്കേണ്ടത് ഖുർആൻ അനുസരിച്ചാണ്. ഖുർആൻ അനുസരിച്ച് നമുക്കൊരു കാര്യം തീരുമാനിക്കാൻ കഴിയാതെ വരികയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ കൂടി പരിഗണിക്കണം. അതും നമുക്ക് പരിഹാരമാവുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അത് രണ്ടിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഗവേഷണത്തെയാണ് നമ്മൾ അടിസ്ഥാനമായി കാണേണ്ടത്. അപ്പോ ഈ കാര്യമാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. അപ്പോ ഓൾമോസ്റ്റ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഈ ആയത്തുകൾ വിശദീകരിക്കുന്നതിനിടയിൽ തന്നെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ഇത് അടിസ്ഥാനപരമായ ചില മര്യാദകൾ ഇസ്ലാമിക സമൂഹം കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ ബിൽഡപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ സാംസ്കാരിക പശ്ചാത്തലത്തില് മുസ്ലിം കുടുംബങ്ങളിലും വീടുകളിലും മസ്ജിദുകളിലും ഒന്നും ഈ കാര്യങ്ങൾ വേണ്ടത്ര കുട്ടികളെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയാറില്ല. വേണ്ടത്ര അറബ് ലോകത്ത് മുസ്ലിം സമൂഹങ്ങളില് അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളുടെ ഇടയില് ഇതൊക്കെ വളരെ വ്യവസ്ഥാപിതമായിട്ട് പഠിപ്പിക്കപ്പെടുന്ന കാണാൻ കഴിയും. ഇപ്പോ റീസെന്റ് ആയിട്ട് ചില ഇങ്ങനത്തെ ആദാബുകൾ പഠിപ്പിക്കുന്ന വീഡിയോസ് റീലുകളായിട്ടൊക്കെ അറബ് ഭാഷയിൽ ഒരുപാടെണ്ണം കാണാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. കുട്ടികളെ മര്യാദകൾ പഠിപ്പിക്കുന്ന, ഇസ്ലാമിന്റെ അടിസ്ഥാന പെരുമാറ്റ മര്യാദകളൊക്കെ പഠിപ്പിക്കുന്ന റീലുകൾ. അത് അറബ് കുടുംബങ്ങള്, മുതിർന്ന ആളുകള് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് പലപ്പോഴും കൗതുകത്തോടു കൂടി നോക്കി നിൽക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. കുട്ടികളോട് അവർ കാണിക്കുന്ന ഒരു സമീപനം, കുട്ടികൾ മുതിർന്നവരോട്, പ്രായമുള്ളവരോടൊക്കെ കാണിക്കാൻ വേണ്ടി അവരെ പഠിപ്പിക്കുന്ന ചില മര്യാദകൾ, ഇതൊക്കെ തന്നെ നമ്മുടെ കേരളീയ പശ്ചാത്തലത്തില് അത്രത്തോളം മുസ്ലിം കുടുംബങ്ങളിലും വ്യക്തികളുടെ ഇടയിലും ഒന്നും അങ്ങനെ പ്രകാരത്തിൽ വന്നിട്ടില്ല. അത്തരം സംഗതികള് ഈ അറബ് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ദീന് പിന്തുടരുന്ന, എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ദീനിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുകൾ അവരുടെ കുടുംബ പശ്ചാത്തലത്തില് കുട്ടികളെ പഠിപ്പിക്കുന്നത് നമ്മൾ വലിയ കൗതുകമുളവാക്കുന്ന ഒരു സംഗതിയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. കുട്ടികള് അത്രത്തോളം മാതാപിതാക്കളോട് ബഹുമാനവും ആദരവും സ്നേഹവും ഒക്കെ കാണിക്കുന്ന ഒക്കെ രീതി, അത് ശരിക്കും നമ്മളിൽ വല്ലാത്ത കൗതുകമുണർത്തുന്ന ഒരു രീതി തന്നെയാണ് എന്നതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.